ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയും ഗംഗയും കൂടി സച്ചിയുടെ കാറ് കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തുന്നു. കാറ് പരിശോധിച്ചതിന് ശേഷം ഗംഗ വിഷമത്തോടെ അർച്ചനയോട് പറഞ്ഞു, ഇത് പോലീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ കാറ് പരിശോധിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് നിരാശയോടെ രണ്ടുപേരും നിൽക്കുമ്പോഴാണ് പാർവതി ആ കാഴ്ച കണ്ടത്. ഉടൻ തന്നെ പാർവതി അവരെ നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അത് കേട്ടതും അതിശയത്തോടെ ഗംഗയും അർച്ചനയും പാർവതിയെ നോക്കി. ഉടൻ തന്നെ പാർവതി അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, കുട്ടിയുടെ ഭർത്താവ് അപകടത്തിലാണല്ലേ? കുട്ടിയുടെ ഭർത്താവിനെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണല്ലേ? കാണാതായത് കുട്ടിയുടെ ഭർത്താവ് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അതെ, എന്റെ ഭർത്താവിനെ കാണാനില്ലാത്തത് ഇന്നലെ രാത്രി മുതൽ അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ പാർവതി പറഞ്ഞു, അദ്ദേഹത്തെ ആളുകൾ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരാപത്തും സംഭവിച്ചിട്ടില്ല. പക്ഷെ രക്ഷപ്പെട്ടു പോരാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കാടിനുള്ളിലുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് എന്ന് പാർവതി പറയുമ്പോ അതെല്ലാം കേട്ട അർച്ചന അതിശയത്തോടെ ചോദിച്ചു, അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ കണ്ടോ? എന്റെ സച്ചേട്ടനെ കണ്ടോ എന്ന് ചോദിച്ചതും അർച്ചനയോട് പാർവതി പറഞ്ഞു, അതൊക്കെ ഞാൻ പിന്നീട് വിശദമായി പറയാം. എന്തായാലും ഇപ്പോ അദ്ദേഹം ആകെ ആപത്തിലാണ്. അവിടെ നിന്ന് അദ്ദേഹം തനിച്ച് രക്ഷപ്പെട്ടു വരിക എന്നത് പ്രയാസവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടേ തീരൂ എന്ന് പാർവതി അറിയിക്കുമ്പോൾ അതെല്ലാം കേട്ടതോടെ അർച്ചനയും ഗംഗയും അതിശയത്തോടെ ചോദിച്ചു, അല്ല, അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് ആ സ്ഥലം എങ്ങനെ അറിയാവുന്നത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതാണോ? നിങ്ങൾ കണ്ടോ എന്റെ സച്ചേട്ടനെ എന്നെല്ലാം വളരെ പ്രതീക്ഷയോടെ അർച്ചന ചോദിക്കുമ്പോ പാർവതി പറഞ്ഞു, അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ ഇവിടെ നിന്ന് പടിഞ്ഞാറ് മാറി കുറച്ച് ദൂരെയായി കാണുന്ന ആ കാടിനുള്ളിലെ കെട്ടിടത്തിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് ചെന്നാൽ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് ജീവൻ ആപത്ത് സംഭവിച്ചേക്കുമെന്ന് പാർവതി പറയുമ്പോ അത് കേട്ട അർച്ചന ചോദിച്ചു, നിങ്ങൾ എന്നോട് പറയുന്നതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും നിങ്ങളുടെ വാക്കുകൾ ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ്. എനിക്ക് നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കുമോ? നിങ്ങൾക്ക് കൂടി ഞങ്ങളോടൊപ്പം വരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ അർച്ചന ആകെ വിഷമിച്ച് പാർവതി ആകെ ആശയക്കുഴപ്പത്തിലാകുമ്പോ ഉടനെ ഗംഗയും ചോദിച്ചു, അതെ, ഞങ്ങളെ സഹായിക്കാനായി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വരാൻ കഴിയുമോ? എവിടെയാണ് ആ സ്ഥലമെന്നും ആ കെട്ടിടം എവിടെയാണുള്ളതെന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങൾക്ക് ഇത്രയൊക്കെ പറയാൻ കഴിഞ്ഞ സ്ഥിതിക്ക് ആ സ്ഥലം കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോ കുറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം പാർവതി അവർക്ക് അനുകൂലമായിട്ടുള്ള മറുപടി നൽകുന്നു. പിന്നീട് കാണുന്നത് സ്നേഹയെ കൂട്ടുകാരിമാർ എല്ലാവരും ചേർന്ന് അണിയിച്ചൊരുക്കുന്നു. ആഭരണങ്ങളൊക്കെ അണിയിച്ചു കൊടുത്ത് സ്നേഹയെ ഒരുക്കുന്ന ആ കാഴ്ച കണ്ട് അവിടേക്ക് അനഘ എത്തി. സ്നേഹ വളരെ സന്തോഷവതിയായിരിക്കുന്നത് കണ്ടതോടെ അനഘ അരികിലേക്ക് എത്തി ചോദിച്ചു, സ്നേഹയെ, നിനക്ക് ഇത്രത്തോളമൊക്കെ സന്തോഷത്തോടെ ഈ വിവാഹം നടത്താൻ എങ്ങനെ സാധിക്കുന്നു? നിന്റെ ചേട്ടനെയല്ലേ കാണാതായിരിക്കുന്നത്? സച്ചിയേട്ടനെ ഈ അവസ്ഥയിൽ ഇതുവരെയായിട്ടും സച്ചിയേട്ടനെ കുറിച്ച് ഒരു വിവരവും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിവാഹം നടത്തണമെന്ന് തന്നെയാണോ നിന്റെയും ചിന്ത? നിനക്ക് അത്രയുള്ളോ നിന്റെ ഏട്ടനോടുള്ള സ്നേഹം? ഒരു തീരുമാനവും ഇതുവരെ ആർക്കും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ സച്ചേട്ടൻ എന്ത് സംഭവിച്ചു എന്ന് പോലും ആർക്കും അറിയില്ല. എവിടെയാണ് സച്ചേട്ടൻ എന്ന് പോലും അറിയത്തില്ലാത്ത ഈ സാഹചര്യത്തിൽ ഇത് നടത്തണോ സ്നേഹേ എന്നൊക്കെ അനഘ ചോദിക്കുമ്പോ അടുത്ത് നിന്ന കൂട്ടുകാരി ചോദിച്ചു, ആഹാ, കൊള്ളാവല്ലോ സ്നേഹേ, വിവാഹം മുടക്കി നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അനഘ പറഞ്ഞു, അതെ, നീ അങ്ങനെ ഇപ്പൊ എന്നെ കളിയാക്കൊന്നും വേണ്ട. നിനക്ക് ചേട്ടനുണ്ടോ? നിനക്ക് സ്വന്തം ചേട്ടനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അനഘയോട് കൂട്ടുകാരി പറഞ്ഞു, ആ ഉണ്ട്, എനിക്കൊരു ചേട്ടനുണ്ട് എന്ന് പറഞ്ഞപ്പോ അനഘ ചോദിച്ചു, അങ്ങനെയാണെങ്കിലേ നിന്റെ വിവാഹത്തിന്റെ തലേദിവസം നിന്റെ ആ ചേട്ടനെ കാണാതായെന്നിരിക്കുക, നീ പിന്നെ വിവാഹത്തിന് തയ്യാറാകുവോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ആ കൂട്ടുകാരി പറഞ്ഞു, ഇല്ല, അത് ഞാൻ ചെയ്യില്ല. എന്റെ ഏട്ടനെ കുറിച്ച് ഒരു വിവരം ഇല്ലാത്തപ്പോ ഞാൻ ഒരിക്കലും വിവാഹത്തിന് മുൻകൈ എടുക്കില്ല എന്ന് ആ കൂട്ടുകാരി മറുപടി നൽകിയത് കേട്ട് സ്നേഹയാകെ വിഷമിച്ചു. അങ്ങനെ അനഘ ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോ സ്നേഹയ്ക്കുമാകെ ആശങ്കയായതോടെ അനഘ പറഞ്ഞു, എന്നാൽ നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ തന്നെ, നീ പറഞ്ഞതുപോലെ തന്നെ സ്നേഹയുടെ സ്വന്തം ചേട്ടനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. എല്ലാവരോടും ഒപ്പം ഈ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന രണ്ട് ചേട്ടന്മാരാണ് സ്നേഹയോടൊപ്പം ഇന്ന് ഈ വിവാഹത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. ഒന്ന്, സച്ചിനെ കാണാതില്ല, ഇളയേട്ടനാണെങ്കിൽ ഇവിടേക്ക് വരുന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിവാഹം നടത്തുന്നത് നല്ലതാണോ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് നന്ദൻ എത്തി. അനഹേ എന്ന് വിളിച്ച് അകത്തേക്ക് എത്തിയ നന്ദൻ ഉടൻ തന്നെ അനഹയോട് ചോദിച്ചു, അല്ല, നിനക്ക് ഇപ്പോഴും ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് മാത്രമാണല്ലോ നിന്റെ ആഗ്രഹം? വിവാഹം
നിർത്തിവെക്കണമെന്നും എന്തായാലും വിവാഹത്തിന്റെ മുഹൂർത്തം കഴിയുന്നതിന് മുൻപ് തന്നെ സച്ചി ഇവിടേക്ക് മടങ്ങി വരും, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹവുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് നന്ദൻ അറിയിച്ചത് കേട്ട് അനഘ പറഞ്ഞു, എന്നാൽ സച്ചിയേട്ടൻ അപ്പോൾ വന്നില്ലെങ്കിലോ നന്ദേട്ടാ? സച്ചിയേട്ടൻ വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. സച്ചിയേട്ടനെ കുറിച്ച് ഇതുവരെയായിട്ടും യാതൊരു വിവരവും കിട്ടാത്തത് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു വിവാഹം വേണോ എന്നല്ല ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, ഈ വിവാഹം നടത്തുന്ന കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വിവാഹം ഇപ്പൊ നടത്തുന്നത് എന്തുകൊണ്ടാണെന്നും എല്ലാവരോടും ഞാൻ വിശദമായി പറഞ്ഞതാണ്. സച്ചി തീർച്ചയായിട്ടും വിവാഹത്തിന് മുൻപ് മടങ്ങിയെത്തും. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. ഇനി അഥവാ പോലീസുകാരെ കൊണ്ട് അതിന് സാധിച്ചില്ലെങ്കിൽ ഞാൻ അതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് നീ അതോർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞപ്പോ സ്നേഹ ചോദിച്ചു, നന്ദേട്ടാ സച്ചിനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട, സച്ചി വിവാഹത്തിന് മുമ്പ് അവൻ എത്തിയിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവനെ തിരികെ കൊണ്ടുവരും, നോക്കിക്കോ, മോള് ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ സ്നേഹയെ നോക്കി അനഘ പറഞ്ഞു, അതെ എല്ലാവരും കാത്തിരുന്നോ, സച്ചിയേട്ടൻ ഉടനെ വരുമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാലേ ഒരു കാര്യം നീ ഓർത്തോ സ്നേഹേ, നിന്റെ ഈ വിവാഹം നടക്കാൻ പോകുന്നത്, ഇതിനെല്ലാത്തിനും നീ മറുപടി പറയേണ്ടി വരുന്നത് നിന്റെ കണ്ണീര് കൊണ്ടായിരിക്കും, ഓർത്തു വെച്ചോ. പിന്നെ ചേച്ചി നന്നായിട്ട് ഒരുക്കിക്കോ കേട്ടോ എന്ന് ബ്യൂട്ടീഷ്യനെ നോക്കി സ്നേഹയെ ഒരുക്കുന്ന ബ്യൂട്ടീഷ്യനെ നോക്കി അനഘ പറഞ്ഞു. കാരണം വിവാഹ സമയത്തെ പെൺകുട്ടിയുടെ മുഖത്ത് അവളുടെ ചേട്ടനെ കാണാതായതിന്റെ വിഷമമൊന്നും ആർക്കും തിരിച്ചറിയാൻ കഴിയരുത്, ആ വിധത്തിൽ വേണം ഒരുക്കുവാൻ എന്ന് പറഞ്ഞ് അനഘ അവിടെ നിന്ന് പോകുമ്പോ സ്നേഹ ആകെ വിഷമത്തിലായി. ഉടനെ സ്നേഹയുടെ സങ്കടം മനസ്സിലാക്കിയ നന്ദൻ സ്നേഹയുടെ പുറത്ത് ഒന്ന് തട്ടി മകളെ ആശ്വസിപ്പിച്ചിട്ട് നന്ദൻ പുറത്തേക്ക് പോന്നു. പിന്നീട് കാണുന്നത് മിന്നൽ ബിജുവിനെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് ധനുഷ്. ഇന്ന് 12 മണിക്കാണ് വിവാഹ മുഹൂർത്തം. ആ മുഹൂർത്തത്തിൽ തന്നെ സച്ചിയുടെ കെട്ടുകളും അഴിഞ്ഞിരിക്കണം. ഞാൻ സ്നേഹയുടെ കഴുത്തിൽ താലി എന്ന കുരുക്കിട്ട് കെട്ടിട്ട് മുറുക്കുമ്പോ ആ മുഹൂർത്തത്തിൽ തന്നെ സച്ചിയുടെ ദേഹത്തെ കെട്ടുകളും അഴിഞ്ഞിരിക്കണം. പിന്നെ അവനെ അഴിച്ചുവിടുന്ന നേരത്ത് ചിലപ്പോ അവൻ നിങ്ങളെ ആക്രമിച്ചേക്കും, 1-2 തല്ലൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. അതിന്റെ എല്ലാം കൂടിയുള്ള തുകയാണ് ഞാൻ നിങ്ങൾക്ക് അവസാനമായി തരുന്ന ആ സെറ്റിൽമെന്റ്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത്. വിവാഹ മുഹൂർത്തം കഴിയുമ്പോൾ മാത്രമേ അവൻ രക്ഷപ്പെടാൻ പാടുള്ളൂ. ഇനി മിന്നൽ ബിജു എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു. അങ്ങനെ സംസാരിച്ച് അവസാനിപ്പിച്ച് കഴിയുമ്പോഴേക്കും നന്ദൻ ധനുഷിന്റെ റൂമിലേക്ക് വന്നെത്തി. ഫോൺ മാറ്റിവെച്ച് ധനുഷ് അവിടെ നിൽക്കുമ്പോൾ നന്ദൻ ചോദിച്ചു, അല്ല ധനുഷ് ഇതുവരെയായിട്ടും റെഡിയായില്ലേ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പെട്ടെന്ന് ആകെ സങ്കടം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു, അത് പിന്നെ നന്ദേട്ടാ എനിക്ക് സർ ഒരു സന്തോഷവും തോന്നുന്നില്ല, ഒരു സുഖവുമില്ല. കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ വിവാഹത്തോടനുബന്ധിച്ച് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ച നന്ദൻ സാറിനെ പോലെ തന്നെ ഈ വിവാഹത്തിന് മുൻപന്തിയിൽ നിന്ന് ഈ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആളുകളാണ് സച്ചി സാറും സന്ദീപ് സാറും. എന്നാൽ അവർ രണ്ടുപേരും ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ ഈ വിവാഹത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വിവാഹം നടത്തുന്നതിനോട് എനിക്കും ഒത്തിരി താല്പര്യം തന്നെ ഇല്ല സർ. പിന്നെ എന്തായാലും ഈ മുഹൂർത്ത സമയത്ത് വിവാഹം നടന്നില്ല എങ്കിൽ പിന്നീട് വിവാഹം നടക്കില്ല എന്നുകൂടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിനെ സമ്മതിക്കുന്നു എന്ന് മാത്രം. അതോ മാത്രമല്ല എന്റെ അച്ഛനമ്മമാരും ഇനി വിവാഹം മുടങ്ങിയാൽ പിന്നെ ഇതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. സ്നേഹയോടുള്ള എന്റെ സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമല്ല, മറിച്ച് നന്ദ സാറിനോടും ഈ കുടുംബത്തോടുമുള്ള എന്റെ ആത്മാർത്ഥതയും ഈ കുടുംബത്തോടുള്ള എന്റെ സ്നേഹവും കൂടിയാണ് ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ ഒപ്പം നിൽക്കാൻ കാരണമെന്ന് പറഞ്ഞപ്പോ സച്ചി സാർ മനഃപൂർവ്വം ഈ വിവാഹം മുടങ്ങുന്നതിന് വേണ്ടി എവിടെയോ മാറി നിൽക്കുകയാണ്. കാറ് ആ ബീച്ചിന് റോഡിനരികിൽ ഉപേക്ഷിച്ചിട്ട് മനഃപൂർവ്വം മാറി നിൽക്കുന്ന സച്ചി സാറിന്റെ ഈ പ്രവൃത്തി പെട്ടെന്ന് ആരും തിരിച്ചറിയുന്നുമില്ലല്ലോ സർ എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, അത് ശരി തന്നെയാണ്. സച്ചിയുടെ ഈ പ്രവൃത്തി ഈ വീട്ടിലുള്ള ആരോടെങ്കിലും പറഞ്ഞാൽ ആരും അത് മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. അതാണ് എന്റെ സങ്കടം. അച്ഛനോട് തുറന്നു പറയാനും എനിക്കാവില്ല. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കി ഞാൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ധനുഷിന് അറിയാവല്ലോ, എന്നോട് ധനുഷ് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് സച്ചിയുടെ അങ്ങനെ ഒരു നീക്കത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചതും. എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ പൊതുവെ നാട്ടുകാർ പോലും പറയുക, സ്വന്തം അനുജനെ കാണാതെ ആയിട്ടും യാതൊരു സങ്കടവുമില്ലാതെ അനുജത്തിയുടെ വിവാഹം നടത്താനായി മുൻപന്തിയിൽ നിൽക്കുകയാണ് ഈ ഏട്ടനെന്നാണ്. അങ്ങനെ എല്ലാവരും പഴി പറഞ്ഞേക്കും. എന്നാൽ ഇനി അഥവാ സച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിനെക്കുറിച്ചും ആളുകൾ എന്നെ കുറ്റപ്പെടുത്തിയേക്കും. എന്നാൽ സ്വന്തം അനുജനെ കാണാത്തതിന്റെ വിഷമം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് അത് പുറത്തു കാട്ടാതെ അനുജത്തിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നോക്കുന്ന ഈ ഏട്ടനെ കുറിച്ച് ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് സത്യം. ഞാനൊരു നന്ദി കെട്ടവനായിട്ടായിരിക്കും ഇപ്പൊ എല്ലാവരും ചിത്രീകരിക്കുകയും കരുതുകയും ചെയ്യുന്നത്. പക്ഷെ എന്റെ അച്ഛൻ ധനുഷിന് തന്ന വാക്ക് അത് പാലിക്കേണ്ടത് എന്റെ കടമയാണ്. ആ കടമ ഞാൻ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
എന്റെ സച്ചിക്ക് ഒരാപത്തും സംഭവിക്കില്ല. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇനി അവരെ കൊണ്ട് കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ആളുകളെ തന്നെ ശശിയെ കണ്ടെത്താനായി പറഞ്ഞയച്ചിരിക്കുന്നത്. വിവാഹത്തിന് മുഹൂർത്തത്തിന് മുൻപ് തന്നെ അവനെ അവർക്ക് കണ്ടെത്താൻ കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. ഇല്ല എങ്കിൽ ഇനി ഇത് മനഃപൂർവ്വം ശശി ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണെങ്കിൽ അവൻ മടങ്ങിയെത്തും. ഇനി അതല്ല, അവനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൻ ഒരാപത്തും വരില്ല. ഞാൻ അതിനു മുൻപ് തന്നെ അവനെ അവിടെ നിന്ന് രക്ഷിച്ചിരിക്കും. അങ്ങനെ പറയുമ്പോ ധനുഷ് പറഞ്ഞു, നന്ദൻ സാർ, ഇവിടെയുള്ള എല്ലാവരും ഈ വിവാഹത്തോട് എതിർക്കുകയാണ്. നന്ദൻ സാറിന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ വിവാഹത്തെ എതിർത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അതിന് ഒന്നും മറുപടി പറയാതിരുന്നതും എല്ലാത്തിനും മൗനം പാലിച്ചിരുന്നതുമൊക്കെ എന്റെ മനസ്സിൽ വിഷമമില്ലാഞ്ഞിട്ടായിരുന്നില്ല. സത്യത്തിൽ ഇവിടെ ഓരോരുത്തരും എന്റെ ഈ വിവാഹത്തോട് എതിർപ്പ് കാണിക്കുമ്പോൾ ഞാനെന്ന ധനുഷ് എന്ന പുരുഷത്വത്തെയാണ് അവർ ചോദ്യം ചെയ്തിരുന്നത്. അപ്പോഴെല്ലാം പ്രതികരിക്കാൻ എനിക്ക് കഴിയാതിരുന്നത് ഈ കുടുംബത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും സ്നേഹയോടൊപ്പം നല്ലൊരു ജീവിതം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് മാത്രമാണ് ഞാൻ സ്വപ്നം കണ്ടതും എന്ന് പറഞ്ഞപ്പോ നന്ദൻ പറഞ്ഞു, ധനുഷ്, ഈ വീട് കാണുമ്പോ എല്ലാവരും കരുതും ഈ വീട് ഇത്രയും വലിയ വീടും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വലിയ സന്തോഷവാന്മാരാണെന്ന്. എന്നാൽ ഈ വീട്ടിനുള്ളിലുള്ളവർക്കാർക്കും യാതൊരു സമാധാനവുമില്ല എന്നതാണ് സത്യം. ഇവിടെയുള്ളവരിൽ എല്ലാവർക്കും സമാധാനം മാത്രമാണ് ഇല്ലാത്തത്. പണം ആവശ്യത്തിനുണ്ടെങ്കിൽ പോലും സമാധാനം ആർക്കുമില്ല എന്നതാണ് സത്യം. എന്തായാലും ധനുഷ് അതെല്ലാം മറന്നേക്കും. ഇന്ന് നല്ലൊരു ദിവസമാണ്. എന്റെ അനുജത്തിക്ക് നല്ലൊരു ജീവിതം നൽകാനായി തുടങ്ങുന്ന ദിവസം. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത്. ധനുഷ് സമാധാനത്തോടെ ഇരുന്നോളൂ, ഒരു പ്രശ്നവും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വിവാഹം ഞാൻ തന്നെ നടത്തിയിരിക്കും എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ നന്ദന്റെ മുന്നിൽ ഇത്രത്തോളമൊക്കെ അഭിനയിച്ച് ഫലിപ്പിച്ചതിന്റെ സന്തോഷവും നന്ദനെയും നന്ദനോടൊപ്പമുള്ള എല്ലാവരെയും മണ്ടന്മാരാക്കിയതിന്റെ സന്തോഷവുമായിരുന്നു ധനുഷിന്റെ മുഖത്ത്. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ധനുഷ് അങ്ങനെ നിൽക്കുമ്പോൾ ധനുഷിന്റെ റൂമിൽ നിന്നിറങ്ങിയ നന്ദൻ വേഗം തന്നെ താൻ ഏർപ്പാട് ചെയ്ത ആളുകളെ ഫോൺ ചെയ്യുന്നു. അവർ കോൾ എടുത്തതും നന്ദൻ അവരോട് ചോദിച്ചു, എന്തായി, എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോ അതിന് നെഗറ്റീവായിട്ടുള്ള മറുപടി കേട്ടതോടെ നന്ദൻ പറഞ്ഞു, അതെ, നിങ്ങളെ ഞാൻ അയച്ചത് അതിനുവേണ്ടിയല്ല. എത്രയും വേഗം എന്റെ അനുജനെ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. പോലീസിനെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചിരിക്കുന്നത്. വിവാഹത്തിന് മുഹൂർത്തത്തിന് മുൻപ് തന്നെ അവൻ ഇവിടെ എത്തിയിരിക്കണം. അത് നിങ്ങൾ കൃത്യമായി ചെയ്യുകയും വേണമെന്ന് പറഞ്ഞ് നന്ദൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് അർച്ചനയും പാർവതിയും ഗംഗയുടെ കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗംഗയോട് എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്നതിന് കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് പാർവതി ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്ന് ഗംഗയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അങ്ങനെ പറയുമ്പോഴും മനസ്സിൽ വല്ലാത്ത ആശങ്ക പാർവതിയുടെ മനസ്സിലും ഉണ്ടാവുന്നു. കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ വഴി തിരിഞ്ഞു പോകുന്ന കണ്ടിട്ട് ഗംഗ ചോദിച്ചു, ഇനി ഇവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടത്? അപ്പോഴേക്കും പാർവതി ആകെ ആശങ്കയിലായി. ഇനി എവിടേക്കാണ് വഴിയുള്ളത് എന്ന് ആലോചിച്ച് പാർവതി സങ്കടത്തോടെ കാറിലിരുന്ന് ഉടനെ തന്നെ തന്റെ ആരാധനാമൂർത്തിയെ പ്രാർത്ഥിച്ചു. ദേവിയെ പ്രാർത്ഥിച്ചതും അങ്ങ് ദൂരെ ഗാർഡിനുള്ളിലായിട്ട് ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ബന്ധിക്കപ്പെട്ട സച്ചിയുടെ ആ രൂപം കണ്ടതോടെ മുന്നോട്ട് പോയിക്കോളാൻ തന്നെ മനസ്സിൽ പ്രാർത്ഥനയോടെ പാർവതി മുന്നോട്ട് പോയിക്കോളാൻ, ഈ വലത്തോട്ട് കണ്ട വഴിയെ തന്നെ പോയിക്കോളാൻ അറിയിച്ചു. അത് കേട്ടതും ആ പാർവതിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഗംഗയും അർച്ചനയും ആ വഴിയിലൂടെ തന്നെ അതുതന്നെയാണ് യഥാർത്ഥ സ്ഥലമെന്ന ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു. അപ്പോഴും സച്ചിയെ അവിടെ തടങ്കിൽ പാർപ്പിച്ച മിന്നൽ ബിജുവും കൂട്ടരും സച്ചിയെ അഴിച്ചുവിടാനുള്ള സമയമാകുന്നതിനായി കാത്തിരുന്നു. ആകെ അവശനായി തളർന്നു കിടക്കുന്ന സച്ചി പാതിമയക്കത്തിൽ അവരെ എല്ലാവരെയും നോക്കി. അവരെല്ലാം സച്ചിയുടെ അവസ്ഥ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മുന്നിൽ തന്നെ ഇരിക്കുമ്പോൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ നന്ദന്റെയും മറ്റെല്ലാവരുടെയും തന്റെ സച്ചിയേട്ടനോടുള്ള അവരുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ അകൽച്ചയും സച്ചിയെ കണ്ടെത്താനുള്ള താല്പര്യക്കുറവുമൊക്കെ അർച്ചനയുടെ മനസ്സിനെ തെല്ലിടെ പോലും സച്ചിയേട്ടനെ കണ്ടെത്തുന്നതിൽ നിന്ന് അവളുടെ പരിശ്രമത്തെ പിന്നിലേക്ക് വലിക്കാൻ കഴിയാത്തതുകൊണ്ട് നന്ദൻ തന്റെ ആളുകളെ കൃത്യമായി സച്ചിയെ കണ്ടെത്താൻ ഏർപ്പാട് ചെയ്തതിന്റെ കാരണത്താൽ ഉടനെ തന്നെ അവരെ കണ്ടെത്തുമെന്നുള്ള വിശ്വാസത്തിലും നന്ദൻ വേഗം അച്ഛൻ്റെ അരികിലേക്ക് എത്തി. അപ്പോഴും സേതുമാധവൻ ആകെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് നന്ദൻ ചോദിച്ചു, അച്ഛനെന്തു പറ്റി ആകെ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു, നന്ദ, ഞാൻ ആലോചിക്കുകയായിരുന്നു. സത്യത്തിൽ ഇത് ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടതായിരുന്നു, ഈ വിവാഹം മാറ്റിവെക്കേണ്ടതായിരുന്നു എന്ന് ഞാനിപ്പോ കരുതുന്നു. കാരണം സച്ചിയും സന്ദീപും ഈ വിവാഹത്തിൽ പങ്കുചേരില്ല. സച്ചിക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും നമുക്കറിയില്ലല്ലോ. സച്ചിയില്ല, സന്ദീപില്ല, അതുപോലെ തന്നെ ദയാനന്ദ മാഷും കുടുംബവുമില്ല. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുത്തത് തെറ്റായി പോയെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു. ആ തെറ്റായ തീരുമാനം എടുത്തതിന്റെ
മറുപടിയാണ് ഇന്നലെ രാത്രിയിൽ അർച്ചന നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ നമുക്ക് കഴിയാതിരുന്നത് തന്നെ അതിന് ഉദാഹരണമാണ്. നമ്മൾ ചെയ്തത് ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നത് വലിയ തെറ്റായി പോയി എന്നതിന്റെ ഉദാഹരണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടിയിരുന്നില്ല എന്ന് സച്ചിയുടെയും അർച്ചനയുടെയും ഒക്കെ ആഗ്രഹം പോലെ തൽക്കാലം ഈ വിവാഹം മാറ്റി വെക്കേണ്ടതായിരുന്നു എന്ന തീരുമാനവും പറയുമ്പോൾ നന്ദൻ പറഞ്ഞു, അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? എനിക്കറിയാം, ഈ വിവാഹം നടത്താനായി ശ്രമിക്കുന്നതിന്റെ പേരിൽ എല്ലാവരും എന്നെയാണ് കുറ്റവാളിയാക്കുന്നതും എന്റെ മേലാണ് പഴിചാരുന്നതും. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രമിക്കുന്നത് അച്ഛൻ അവിടെ ധനുഷിന് കൊടുത്ത തീരുമാനം, ധനുഷിന് കൊടുത്ത വാക്ക് അത് പാലിക്കുക എന്നത് മാത്രമാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അതിനേക്കാൾ ഉപരി സച്ചി ഇപ്പോ മനഃപൂർവ്വം ഈ വിവാഹത്തിൽ പങ്കെടുക്കാതിരിക്കാനായി, അവന് ഈ വിവാഹത്തോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇതിൽ നിന്ന് പങ്കെടുക്കാതിരിക്കാനായി എവിടേക്കോ മാറി അവൻ നിൽക്കുന്നുവെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ അവൻ മനഃപൂർവ്വം നമ്മുടെ അരികിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ഈ വിവാഹം കാണണ്ട എന്ന് കരുതി തന്നെയാവും. അതുകൊണ്ട് തന്നെ അവനെ വിവാഹത്തിന് മുമ്പ് തന്നെ, മുഹൂർത്തത്തിന് മുൻപ് തന്നെ അവനെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അവനെ ഉടനെ തന്നെ എന്റെ ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ ഈ വിവാഹം ഈ ഒരു അവസ്ഥയിൽ നടത്തണമെന്ന് ഞാൻ തീരുമാനമെടുത്തത് മറ്റൊന്നും കൊണ്ടല്ല. അവരുടെ വിവാഹം ഈ മുഹൂർത്തത്തിൽ നടന്നില്ലെങ്കിൽ പിന്നീട് ഇത് നടക്കാൻ സാധ്യതയില്ല എന്നുള്ള ജ്യോത്സ്യന്റെ വാക്കിനേക്കാൾ ഉപരി ധനുഷ് എന്നോട് പറഞ്ഞിരുന്നു, ഈ വിവാഹം ഇനി മുടങ്ങിപ്പോയാൽ ധനുഷിന്റെ അച്ഛനമ്മമാർ ഇനിയൊരു വിവാഹത്തിന് തയ്യാറെടുപ്പ് നടത്തുമെന്ന് തോന്നുന്നില്ല. അവര് പിന്നെ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചേക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനാണ് ഞാനിപ്പോ ഈ വിവാഹം നടത്താമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ അച്ഛൻ കൂടി എന്നെ കൈവിട്ടാൽ, അച്ഛനും എന്റെ ഒപ്പം നിൽക്കാതിരുന്നാൽ ഞാൻ ആകെ ഒറ്റയ്ക്കായി പോവച്ച എന്ന് പറഞ്ഞ് നന്ദൻ അകത്തേക്ക് പോകുമ്പോൾ സേതുമാധവൻ താൻ എടുത്ത തീരുമാനം തെറ്റായി പോയിരുന്നോ എന്നുകൂടി ഒന്നുകൂടി വിലയിരുത്തുന്നു. പിന്നീട് കാണുന്നത് രാജമല്ലികയും സംഘവും സച്ചിയെ അന്വേഷിച്ചുള്ള യാത്ര തുടരുന്നതിനിടയിൽ രാജമല്ലികയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. വേഗം കോൾ അറ്റൻഡ് ചെയ്തതും അർച്ചന പറഞ്ഞോളൂ എന്ന് രാജമല്ലിക ആവശ്യപ്പെട്ടപ്പോ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടൻ എവിടെയാണെന്നുള്ളതിന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട് മാഡം എന്നറിയിച്ചപ്പോ പെട്ടെന്ന് രാജമല്ലിക വണ്ടി നിർത്താനായി കോൺസ്റ്റബിളിനോട് അറിയിച്ചു. ഡ്രൈവറോട് പറഞ്ഞതും വണ്ടി നിർത്തിയ ഉടനെ തന്നെ രാജമല്ലികയോട് അർച്ചന പറഞ്ഞു, മാഡം കാടിനുള്ളിലുള്ള പരുന്തുംപാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് സച്ചിയേട്ടനുണ്ട്, ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ സച്ചിയേട്ടനുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എന്ന് പറഞ്ഞപ്പോ രാജമല്ലിക ചോദിച്ചു, അല്ല എങ്ങനെയാണ് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്? ഇൻഫോമർ ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന ആൾ തന്നെയാണോ? ഇനി അതുമല്ല എങ്കിൽ അർച്ചന, അവർ ശരിക്കും അർച്ചനയെ കൂടി വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരാരാണ്? അവരെ ഫോണിലാണോ വിളിച്ചത്? അങ്ങനെയാണെങ്കിൽ അവരുടെ ഫോൺ നമ്പർ എനിക്ക് താ, ഞാൻ അവരെ വിളിച്ച് കാര്യങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അവർ പറഞ്ഞത് സത്യമാണോ എന്നും അവരെ വിശ്വസിക്കാൻ പറ്റുന്ന ജെനുവിൻ ആയിട്ടുള്ള ആളാണോ എന്നും ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോഴേക്കും അർച്ചന പറഞ്ഞു, മേഡം എന്നെ അവർ ഫോൺ വിളിച്ചല്ല പറഞ്ഞത്, നേരിട്ട് പറഞ്ഞ കാര്യമാണ് എന്നറിയിച്ചു. അങ്ങനെയാണെങ്കിൽ അവരാരാണ്? അർച്ചന ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു. അർച്ചന പറഞ്ഞു, ഞാനിപ്പോ അവരോടൊപ്പം സച്ചിയേട്ടനെ കണ്ടെത്താനായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതും രാജമല്ലിക ചോദിച്ചു, എന്താ അർച്ചന ഈ പറയുന്നത്? അർച്ചന അവരോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണെന്നോ? ഇത് അർച്ചനയെ കൂടി ട്രാപ്പ് ചെയ്യാനുള്ള മറ്റൊരു തന്ത്രമാണെങ്കിൽ എന്ത് ചെയ്യും അർച്ചന? ഇത് വലിയൊരു ആപത്തിലേക്കാണ് അർച്ചന പോകുന്നത്. ഞാൻ പറയുന്നത് കേൾക്കോ, ഇപ്പോ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം. നിങ്ങൾ ആരോടൊപ്പമോ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്ന ആളും പിന്നെ എന്റെ ഒരു പഴയ സുഹൃത്തും അവളുടെ വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും രാജമല്ലിക പറഞ്ഞു, ഒരു കാരണവശാലും ഇപ്പൊ പോകരുത്, നിങ്ങൾ അവിടെ വണ്ടി നിർത്ത്, എന്നിട്ട് അർച്ചന വണ്ടിയിൽ നിന്ന് ഇറങ്ങ്, അതാണ് സേഫ്. ഇനിയും അർച്ചനയെ കൂടി ട്രാപ്പിലാക്കാനുള്ള ശ്രമമാണോ നടത്തുന്നതെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, മേഡം ഞാൻ വിളിക്കാം മേഡത്തെ എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ കട്ട് ചെയ്യുന്ന നിമിഷത്തിൽ ഗംഗയുടെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി. അർച്ചന ഗംഗയോട് ചോദിച്ചു, എന്തു പറ്റി, എന്താ സംഭവിച്ചത് ഗംഗ എന്ന് ചോദിച്ചതും അറിയില്ല, വണ്ടി പെട്ടെന്ന് ഓഫായി എന്ന് പറഞ്ഞു. അർച്ചന പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് രാജമല്ലിക മേഡത്തിന്റെ ഫോൺ കട്ട് ചെയ്തതും രാജമല്ലിക ആകെ ടെൻഷനിലായി. വണ്ടി സ്റ്റാർട്ട് ആകാത്തത് കൊണ്ട് ആകെ ടെൻഷനിലായി ഗംഗയും അർച്ചനയും ഒപ്പം പാർവതിയും. അവർ 3 പേരും വേഗം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ നിമിഷം രാജമല്ലിക മേഡം വേഗം തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം. അവിടെയുള്ള സ്റ്റാഫ് ഷിബിനോട് പറഞ്ഞു, അതെ, എത്രയും വേഗം ഈ കാടിനുള്ളിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത്, പരുന്തുംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കെട്ടിടമുണ്ടോ എന്ന് എത്രയും വേഗം അന്വേഷിക്കണം. കാടിനുള്ളിൽ പരുന്തുംപാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടോ എന്നും വേഗം നിങ്ങൾ അന്വേഷിച്ച് എത്രയും വേഗം വിവരം തരണമെന്ന് രാജമല്ലിക മാം കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിക്കണം. അതിനുശേഷം അർച്ചനയും
ഗംഗയും പാർവതിയും കൂടി കാറിലൂടെ ഇനി യാത്ര തുടരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെ അവർ അവിടെ നിന്ന് ഇറങ്ങി. പാർവതി തന്റെ ആരാധനാമൂർത്തിയായ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങി. അങ്ങനെ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ചില ഇടവഴികൾ കണ്ടതും അതുതന്നെയാണ് താൻ കണ്ടെത്തിയ സ്ഥലത്തേക്കുള്ള വഴിയെന്ന് ഉറച്ചു വിശ്വസിച്ച് അവർ 3 പേരും മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയെ ഒരു കാരണവശാലും കണ്ടെത്താൻ പാടില്ല എന്നുള്ള ധനുഷിന്റെ നിർദ്ദേശം ഉള്ളതിനാൽ ഒരിക്കലും ഇവിടേക്ക് സച്ചിയെ അന്വേഷിച്ച് ആരും എത്തില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ബിജുവും സംഘവും. അപ്പോഴാണ് വിവാഹത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തി കല്യാണ പയ്യന്റെ വസ്ത്രമൊക്കെ അണിഞ്ഞു നിൽക്കുന്ന ധനുഷിന്റെ അരികിലേക്ക് അവന്തിക എത്തിയത്. ധനുഷ് അവന്തികയോട് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് പറയുമ്പോൾ അതെല്ലാം കേട്ട അവന്തിക ചോദിച്ചു, നീ ഇപ്പൊ പറഞ്ഞതൊക്കെ എന്നെ കുറിച്ചാണോ അതോ സ്നേഹയെ കുറിച്ചാണോ എന്ന് ചോദിച്ചു. ധനുഷ് അതിന് മറുപടി പറയാനാകാതെ ആകെ വിഷമിച്ചു നിൽക്കുമ്പോൾ സ്നേഹയുടെ കൂട്ടുകാരിമാരെല്ലാവരും ചേർന്ന് സ്നേഹയെ വിവാഹത്തിനായി കല്യാണ പെണ്ണിനെ അണിയിച്ചൊരുക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ അവന്തിക മുഖം തിരിച്ച് അവിടെ നിന്ന് മടങ്ങുന്നു. പിന്നീട് അർച്ചന തന്റെ കൂട്ടുകാരോടൊപ്പം പാർവതിയെയും ഗംഗയുടെയും കൂടെ നേരെ സച്ചിയെയും തടവിലിട്ടിരിക്കുന്ന ആ കെട്ടിടത്തിലേക്ക് വന്നെത്തി. അവിടേക്ക് വന്നു കയറുന്ന ആ നിമിഷം അവരുടെ നേരെ അവിടെ കാവൽ നിന്ന ഗുണ്ടാ സംഘങ്ങൾ എത്തുന്നു. ഗുണ്ടകൾ അവരെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ഞാൻ എന്റെ സച്ചിയേട്ടനെ അന്വേഷിച്ച് വന്നതാണ് എന്ന്. അർച്ചനയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഗുണ്ടകളിൽ ഒരാൾ പറഞ്ഞു, നീയാണ് അർച്ചന എന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ഈ 2 ചേച്ചിമാരും മാറിക്കോ, നിന്നെയാണ് ഞങ്ങൾക്കും ആവശ്യം എന്ന് പറഞ്ഞ് അർച്ചനയെയും ഗംഗയെയും പാർവതിയും അവർ ആക്രമിക്കാൻ ഒരുങ്ങുന്ന നിമിഷം അവരുടെ രക്ഷകയായി അവിടേക്ക് അഞ്ജലി എത്തുന്നു.